പി.വി. അൻവർ എം.എൽ.എയുടെ ആരോപണങ്ങളിൽ എ.ഡി.ജി.പി എം.ആർ. അജിത് കുമാറിനെതിരെ അന്വേഷണത്തിന് സർക്കാർ ഉത്തരവിറക്കി. ഞാൻ നേരത്തെ പറഞ്ഞ കാര്യമാണ്. ഇപ്പോൾ വി.എ. ഗിരീഷ് എൻ്റെ കൂടുതൽ അപ്ഡേറ്റ്സുമായി നമുക്കൊപ്പം ചേരുന്നു. ഗുഡ് മോർണിംഗ് അഗെയിൻ ഗിരീഷ്. വിവരങ്ങൾ എപ്പോഴാണ് ഉത്തരവ് പുറത്തു വന്നത്? ഗുഡ് മോർണിംഗ് എസ്.കെ.എൻ. ഇന്ന് രാവിലെയാണ് ഇത് സംബന്ധിച്ച ഉത്തരവ് പുറത്തിറങ്ങിയത്. ഇന്നലെ സംസ്ഥാന പോലീസ് മേധാവി മുഖ്യമന്ത്രിയുമായി കൂടിക്കാഴ്ച നടത്തി സംഘാംഗങ്ങളെയൊക്കെ തീരുമാനിച്ചിരുന്നുവെങ്കിലും ഇത് സംബന്ധിച്ച ഉത്തരവ് ഇന്നലെ പുറത്തിറങ്ങിയിരുന്നില്ല. ഇന്ന് രാവിലെ മാത്രമാണ് ഇത് സംബന്ധിച്ച ഉത്തരവ് പുറത്തിറങ്ങിയത്. ഇതിൽ ഏതൊക്കെ കാര്യങ്ങളിലാണ് അന്വേഷണം നടത്തേണ്ടത്, ആരൊക്കെയാണ് അന്വേഷണ സംഘത്തിൽ ഉണ്ടായിരിക്കേണ്ടത് എന്ന് വ്യക്തമാക്കുന്നു. ഇതിൽ ഏറ്റവും പ്രധാനമായിട്ടുള്ളത് ഓഗസ്റ്റ് 23-ാം തീയതി പി.വി. അൻവർ നൽകിയ ഒരു പരാതിയുണ്ട്. മലപ്പുറം ജില്ലാ പോലീസ് മേധാവിക്ക് നൽകിയ പരാതി, അത് മുൻ പോലീസ് മേധാവിയെക്കുറിച്ചും അതോടൊപ്പം അവിടെ നടന്ന ചില അഴിമതി ആരോപണങ്ങളെക്കുറിച്ചുമായിരുന്നു. ഇതേക്കുറിച്ചുള്ള അന്വേഷണം നടത്തണം എന്നുള്ളതാണ് ഈ ഉത്തരവിലെ ഒരു കാര്യം. മറ്റൊന്ന്, പി.വി. അൻവർ ഉന്നയിച്ച ആരോപണങ്ങൾ, എം.ആർ. അജിത് കുമാറിനെതിരെ ഉന്നയിച്ച ആരോപണങ്ങൾ, ഈ ആരോപണത്തിൻ്റെ എല്ലാ വശങ്ങളും സമഗ്രമായി അന്വേഷിക്കണം എന്നുള്ളതാണ് ഇപ്പോൾ ഉത്തരവിൽ വ്യക്തമാക്കുന്നത്. സർക്കാരിന് 1 മാസത്തിനകം ഇത് സംബന്ധിച്ച അന്വേഷണ റിപ്പോർട്ട് നൽകണം എന്നും ഇപ്പോൾ സർക്കാർ വ്യക്തമാക്കിയിട്ടുണ്ട്. ഏതായാലും ഇത് സംബന്ധിച്ച ഉത്തരവ് പുറത്തിറങ്ങിക്കഴിഞ്ഞ സ്ഥിതിക്ക് ഇന്ന് തന്നെ അന്വേഷണത്തിൽ ഒരു ധാരണ ഉണ്ടാകും എന്നുള്ളതാണ് നമുക്ക് ലഭിക്കുന്ന സൂചനകൾ. അന്വേഷണ സംഘം ഔപചാരികമായി കൂടേണ്ടതുണ്ട്. ഇതിനുശേഷമായിരിക്കും ഏത് തരത്തിൽ എങ്ങനെ അന്വേഷണം നടത്തണമെന്ന കാര്യത്തിലൊക്കെയുള്ള അന്തിമ തീരുമാനം ഉണ്ടാകുക. എസ്.കെ. ഓക്കെ, താങ്ക് യു.